വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഈശോയെ, ഈ വ്യക്തികളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കുമ്പസാരക്കാർ, എൻ്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് ഒരു വ്യക്തി, ഫാദർ ആൻഡ്രാഷ്, ഫാദർ ചപ്തുവ, എൻ്റെ ആത്മീയ നിയന്താവായിരിക്കേണ്ട വിൽനൂസിൽ വെച്ച് കണ്ടുമുട്ടിയ ഫാദർ സൊപോച്കോ, ഒരു പ്രത്യേക ആത്മാവ്, ഒരു പ്രത്യേക വൈദികൻ, ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക സന്യസ്തൻ. എൻ്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈശോയെ, ഈ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ അങ്ങേക്ക് സാധ്യമാണല്ലോ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ നാഥ, എന്നെ പൂർണ്ണമായും അങ്ങയിലേക്ക് രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ മഹത്വത്തിനായുള്ള വിശുദ്ധമായ തീക്ഷ്ണത എന്നിൽ നിലനിർത്തണമേ. എല്ലാ കാര്യത്തിലും അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റാനുള്ള കൃപയും ആത്മീയ ശക്തിയും എനിക്ക് പ്രദാനം ചെയ്യണമേ. എൻ്റെ പ്രിയപ്പെട്ട മണവാള, അങ്ങ് എനിക്ക് നൽകിയ ഔന്നത്യത്തിന്, പ്രത്യേകിച്ച് ഇന്നു മുതൽ എന്നെ അലങ്കരിക്കുന്ന മാലാഖമാർക്ക് പോലുമില്ലാത്ത രാജകീയ സ്ഥാനചിഹ്നങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കുരിശ്, വാൾ, മുൾക്കിരീടം, എല്ലാത്തിനുമുപരിയായി ഓ എൻ്റെ ഈശോയെ, അങ്ങയുടെ ഹൃദയത്തിനായി ഞാൻ നന്ദി പറയുന്നു. എനിക്ക് അതുമാത്രം മതി. ദൈവമാതാവേ, ഏറ്റവും പരിശുദ്ധ മറിയമേ, എൻ്റെ അമ്മേ, ഇന്നു മുതൽ അങ്ങ് പ്രത്യേക വിധത്തിൽ എൻ്റെ മാതാവാണ്. അങ്ങയുടെ മകൻ എൻ്റെ മണവാളനാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടുത്തെ മക്കളാണ്. അങ്ങയുടെ മകനെ പ്രതി അങ്ങ് എന്നെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. ഓ മറിയമേ, എൻ്റെ ഏറ്റവും പ്രിയ അമ്മേ, അങ്ങേ തിരുക്കുമാരൻ്റെ ഹിതപ്രകാരം എൻ്റെ ആത്മീയ ജീവിതത്തെ നയിക്കണമേ. പരിശുദ്ധനും സർവശക്തനുമായ ദൈവമേ, അങ്ങ് എന്നെ അങ്ങയുമായി ഐക്യപ്പെടുത്തുന്ന നിസ്സീമമായ കൃപയുടെ ഈ നിമിഷത്തിൽ തീർത്തും ഒന്നുമില്ലായ്മ തന്നെയായ എന്നെ അറിയപ്പെടാത്ത ഒരു ചെറുപുഷ്പം പോലെ അങ്ങേ പാദാന്തികെ ഏറ്റവും വലിയ കൃതജ്ഞതയോടെ ഞാൻ സമർപ്പിക്കുന്നു. ഓരോ ദിവസവും ആ സ്നേഹസുമത്തിൻ്റെ പരിമളം അങ്ങയുടെ സിംഹാസനത്തിലേക്ക് ഉയരട്ടെ. ക്ലേശങ്ങളുടെയും സഹനങ്ങളുടെയും അന്ധകാരത്തിൻ്റെയും പ്രക്ഷുബ്ധതയുടെയും ആകാംക്ഷയുടെയും ആകുലതകളുടെയും കാലഘട്ടത്തിൽ, വലിയ പരീക്ഷണങ്ങളുടെ സമയങ്ങളിൽ, ആരും എന്നെ മനസ്സിലാക്കാത്ത അവസരങ്ങളിൽ, എല്ലാവരാലും പരിഹസിക്കപ്പെടുകയും പുച്ഛിക്കപ്പെടുകയും ചെയ്യുന്ന സമയങ്ങളിൽ, ദൈവത്തിൻ്റെ അഗ്രാഹ്യമായ കൃപയുടെ ദിവസമായ എൻ്റെ നിത്യവ്രത വാഗ്ദാനത്തിൻ്റെ ദിവസത്തെ ഞാൻ ഓർക്കും.